ഒരു ചെറിയ ശൈത്യകാലം നമുക്ക് വന്ന സമയത്ത് ഒരു 20-22 ഡിഗ്രിയിലേക്ക് ഈ കേരളം വന്ന സമയത്ത് നാം ഒരു ബനിയൻ, അതിനു മുകളിൽ ബനിയൻ, പിന്നെയും ബനിയൻ ഇട്ടിരിക്കുന്ന ഒരു സന്ദർഭമുണ്ട്. നോക്കൂ, -ഡിഗ്രിയിലാണ്, -5 ഡിഗ്രിയിലാണ് ഡൽഹിയിൽ കർഷകർ ഈ കഴിഞ്ഞ 35 ദിവസങ്ങളിലധികമായി തമ്പടിച്ചിരിക്കുന്നത്. 46 മനുഷ്യർ ഈ സമരഭൂമിയിൽ ഇതിനകം കുഴഞ്ഞു വീണ് അതിശൈത്യം മൂലം, ഭക്ഷണം കിട്ടാത്തത് മൂലം മരണമടഞ്ഞു എന്നത് മനസാക്ഷിയുള്ള മലയാളിയെ ഉണർത്തേണ്ടതാണ്. നമസ്കാരം, ഞാൻ അഡ്വക്കേറ്റ് KR സുമേഷ്. 2020 ഇന്ത്യ കണി കണ്ടുണർന്നത് ഒരു വലിയ പോരാട്ടമായിരുന്നു. ആ പോരാട്ടം ഈ മണ്ണിൽ ജനിച്ച മനുഷ്യർക്ക് അവർ ജനിച്ചത് ഇവിടെയാണ് എന്ന് തെളിയിക്കേണ്ട പൗരത്വ ബില്ലിനെ സംബന്ധിച്ചായിരുന്നു. എന്നാൽ 2021 ഇന്ത്യ ഉണരുന്നത് ഒരു വലിയ കാർഷിക പോരാട്ടവുമായി ബന്ധപ്പെട്ടാണ്. നമുക്കെല്ലാവർക്കും അന്നം തരുന്ന കർഷകർ ഇതാ അവരുടെ കയ്യിൽ കിട്ടിയതെന്തൊക്കെയോ, അവരുടെ പാടശേഖരത്തിൽ നിന്ന്, പണിശാലകളിൽ നിന്ന് അവർ കയ്യിൽ കിട്ടിയതെന്തൊക്കെയോ അതെല്ലാം ഏറ്റുവാങ്ങി -ഡിഗ്രിയിൽ തണുത്തു വിറച്ചു നിൽക്കുന്ന ഡൽഹിയിലും സമീപ പ്രദേശങ്ങളിലും 3.5 ലക്ഷത്തിലധികം കർഷകർ കഴിഞ്ഞ 36 ദിവസമായി തമ്പടിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്തിനാണ് ഈ കർഷകർ ഈ വലിയ പ്രക്ഷോഭത്തിന് നാന്ദി കുറിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരുപക്ഷെ ഇന്ത്യയുടെ ചരിത്രത്തിനകത്ത്, ആധുനിക ചരിത്രത്തിനകത്ത് തങ്കലിപികളാൽ എഴുതി ചേർക്കപ്പെടുന്ന എനിക്കുറപ്പുള്ള ഒരു പോരാട്ടമാണ് ഈ കാർഷിക ബില്ലിനെതിരായ പോരാട്ടമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിനകത്ത് നീലം കർഷകരുടെ ഒരു വലിയ പോരാട്ടം നടന്നിട്ടുണ്ട്. ഗാന്ധിജിയുടെ ഇന്ത്യൻ രാഷ്ട്രീയ പ്രവേശനത്തിന്റെ ഏറ്റവും വലിയ ഭാഗമായിരുന്നു ചമ്പാരൻ സത്യാഗ്രഹം എന്ന് പറയുന്നത്. ആ ചമ്പാരൻ സത്യാഗ്രഹത്തിന് സമാനമായ പോരാട്ടമാണ് കണ്ണുകൾ ഉള്ളിലേക്ക് കുഴികളിലേക്ക് പോയ, കയ്യും കാലുകൾ ശോഷിച്ച പാവപ്പെട്ട മനുഷ്യർ. ഒന്നും അവരുടെ കൈകളിലില്ല, അവർ ആയുധധാരികളല്ല. അവരുടെ കൈകൾ എന്ന് പറയുന്നത് തണുത്തു വിറച്ച് പൊട്ടിവിറച്ച് വ്രണങ്ങൾ വരുന്ന കൈകൾ മാത്രമായി അവർ ഡൽഹിയിലും പ്രാന്തപ്രദേശങ്ങളിലും തമ്പടിച്ചിരിക്കുന്നു. എന്തിനു വേണ്ടിയാണ് ആ പാവം കർഷകർ, ഇന്ത്യയിലെ കോടിക്കണക്കിന് വരുന്ന മനുഷ്യർക്ക് അന്നമുട്ടുന്ന, ഭക്ഷണം നൽകുന്ന ഈ പാവം കർഷകർ പോരടിക്കുന്നത്? 2020 ജൂൺ മാസം 5-ാം തീയതി ഇന്ത്യയുടെ പാർലമെന്റ് പാസാക്കിയ ഒരു ഓർഡിനൻസിലൂടെ വന്ന ഒരു നിയമത്തിനെതിരാണ് ഈ പോരാട്ടമെന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. എന്താണ് കാർഷിക നിയമത്തിനെതിരായ പോരാട്ടം? അതിൽ പ്രധാനമായും നാം തിരിച്ചറിയേണ്ടത് കർഷകരുടെ സ്വത്വബോധം, കർഷകരെന്ന സ്വത്വം ഇല്ലാതാക്കുന്നു എന്നതാണ് ഈ നിയമത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. കർഷകരെന്ന സ്വത്വത്തിൽ നിന്ന് അവരെ കേവലം കർഷക തൊഴിലാളികളായോ അല്ലെങ്കിൽ കരാർ തൊഴിലാളികളായോ മാറ്റുന്നു എന്നതാണ് ഈ നിയമത്തിന്റെ ഒരുപക്ഷെ നാം ഇനിയും തിരിച്ചറിയപ്പെടാത്ത ഏറ്റവും പ്രധാനപ്പെട്ട അപകടം എന്ന് പറയുന്നത്. തങ്ങളുടെ കാർഷിക വൃത്തിയിൽ നിന്ന് മറ്റാർക്കോ വേണ്ടിയോ തൂത്തെറിയപ്പെടുന്നു എന്ന അനുഭവം, ഫീലിംഗ് ആ കർഷകർക്ക് ഉണ്ടാകുന്നു എന്നതാണ്. ഈ പോരാട്ടം നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇത് ഒരുപക്ഷെ ഉയരുന്നത് ഈ ഡൽഹിയിൽ നിന്ന് അല്ല, അല്ലെങ്കിൽ കേരളം പോലെയുള്ള വിദ്യാഭ്യാസത്തിൽ, സാക്ഷരതയിൽ ഉന്നത നിലവാരം പുലർത്തുന്ന ഒരു സംസ്ഥാനത്തു നിന്നല്ല. വടക്കേ ഇന്ത്യ അക്ഷരങ്ങൾ എന്താണെന്ന് കൂട്ടി വായിക്കാൻ അറിയാത്ത, ഒരുപക്ഷെ സ്വന്തം പേര് പോലും എഴുതാൻ അറിയാത്ത വടക്കേ ഇന്ത്യയിൽ നിന്നാണ് ഈ പോരാട്ടം തുടക്കം കുറിച്ചത് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇന്ത്യയിലെ കോർപ്പറേറ്റുകൾക്ക് വേണ്ടി ഇന്ത്യൻ കാർഷിക മേഖലയെ തീരെഴുതാൻ പോകുന്നു എന്നതാണ്. ഈ നിയമത്തിനെതിരായ, ഈ നിയമം തൂത്തെറിയണമെന്ന് എല്ലാ കർഷകരും കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി, ഒരുപക്ഷെ ഇന്ത്യ ഭരിക്കുന്ന BJP NDA മുന്നണിയിലെ കക്ഷികൾ പോലും ഈ നിയമം മാറ്റണമെന്ന് പറയുന്നതിന് കാരണം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. പ്രധാനമായും 3 നിയമങ്ങളാണ് ഈ നിയമത്തിലുള്ളത്. അതിലൊന്നാമത്തേത് ഈ ഫാർമേഴ്സ് പ്രൊഡക്ഷൻ ട്രേഡ് ആൻഡ് കോമേഴ്സ് ആക്ട്, അമെൻമെന്റ് ആക്ട് എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. നോക്കൂ, പേരിൽ വലിയ ഒരു സാധ്യതയുണ്ട് എന്ന് നമുക്ക് തോന്നുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ എന്താണ് അതിൽ സംഭവിക്കുന്നത്? കർഷകരുടെ വ്യാപാരം, കർഷകരുടെ പ്രൊഡക്ഷൻ, ഉൽപാദനം, ഇതിനെ സംരക്ഷിക്കുന്ന നിയമം എന്നാണ് 2020 3 നിയമങ്ങൾ അടങ്ങുന്ന ഇതിൽ ഒന്നാമത്തേത്. എന്താണ് യഥാർത്ഥത്തിലുള്ളത്? നമുക്കറിയാം, ഇന്ത്യക്കകത്ത്, വടക്കേന്ത്യയിലകത്ത്, പ്രത്യേകിച്ച്
ഇന്ത്യൻ ആഭ്യന്തര ഉൽപാദനത്തിന്റെ GDP-യുടെ 70% സംഭാവന ചെയ്യുന്ന ഈ മേഖലയിൽ കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ വിറ്റഴിച്ചിരുന്നത് കർഷകരാൽ നയിക്കപ്പെടുന്ന മണ്ടികൾ, കർഷകരുടെ സൊസൈറ്റി, മാർക്കറ്റിംഗ് സൊസൈറ്റികളിലൂടെയാണ് അവർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളെല്ലാം വിറ്റഴിച്ചിരുന്നത്. ആ വിറ്റഴിക്കപ്പെടുന്ന ഉൽപ്പന്നങ്ങൾക്ക് ഒരു നിശ്ചിത വില എന്നത്, ഒരു താങ്ങുവില എന്നത് നിശ്ചയമായും അവിടെ ഉണ്ടായിരുന്നു. ഈ നിയമത്തിന്റെ ഏറ്റവും വലിയ അപര്യാപ്തതയായി പറയുന്നത് മിനിമം വില എന്ന് പറയുന്നത് കർഷകർക്ക് ഉറപ്പ് നൽകുന്നില്ല എന്നതാണ്. വില എന്ന് മാത്രമേ പറയുന്നുള്ളൂ, എന്നാൽ മിനിമം വില എന്നത് ഉറപ്പ് നൽകുന്നില്ല എന്നതാണ്. മറ്റൊന്ന് പ്രത്യേകത എന്ന് പറയുന്നത് കാർഷിക മേഖല എന്ന് പറയുന്നത് കൺകറന്റ് ലിസ്റ്റിലാണ്. സ്റ്റേറ്റ് ലിസ്റ്റ്, യൂണിയൻ ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്. കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരിനും ഒരുമിച്ച് ഉത്തരവാദിത്തമുള്ള നിയമങ്ങൾ നിർമ്മിക്കാൻ കഴിയുന്ന മേഖല എന്നതാണ് കൺകറന്റ് ലിസ്റ്റ് എന്ന് പറയുന്നത്. ഈ നിയമത്തിന്റെ ഏറ്റവും വലിയ അപര്യാപ്തതയായി കർഷകർ ചൂണ്ടിക്കാണിക്കുന്ന ന്യായയുക്തമായ ഒന്ന് പറയുന്നത് താങ്ങുവില നിശ്ചയിക്കാനുള്ള ആത്യന്തികമായ അധികാരം സംസ്ഥാന സർക്കാരുകളിൽ നിക്ഷിപ്തമായിരുന്നു. ഈ നിയമത്തിന്റെ ഏറ്റവും വലിയ മോശമായ ഭാഗം എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരുകൾക്ക് ഈ വില നിശ്ചയിക്കാനുള്ള, താങ്ങുവില നിശ്ചയിക്കാനുള്ള അധികാരം സംസ്ഥാന സർക്കാരുകളിൽ നിന്ന് എടുത്തെറിയപ്പെടുന്നു എന്നതാണ് ഈ നിയമത്തിനെതിരെ കർഷകർ തെരുവിലിറങ്ങാനുള്ള ഏറ്റവും വലിയ പ്രത്യേകത. നമ്മുടെ രാജ്യത്തിനകത്ത് മണ്ടികൾ എന്ന് പറയുന്നത് ചെറിയ അളവല്ല. 22,000 നെല്ല് കർഷക അരി വിൽക്കുന്ന മണ്ടികളും 44,000 ഗോതമ്പിന്റെ മണ്ടികളും പ്രവർത്തിക്കുന്നുണ്ട്. മണ്ടികളിൽ നിശ്ചയമായും അടിസ്ഥാന സൗകര്യങ്ങൾ, പശ്ചാത്തല സൗകര്യങ്ങൾ ഇനിയും കുറവുണ്ട്. പക്ഷേ ഈ നിയമത്തിലൂടെ സർക്കാർ പറയുന്നത് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ഈ വസ്തുക്കൾ വിൽക്കാം എന്നതാണ്. കാശ്മീരിൽ ഉൽപ്പാദിപ്പിക്കുന്ന ആപ്പിൾ ഉൽപ്പാദിപ്പിക്കുന്ന കർഷകർക്ക് അത് കേരളത്തിൽ വന്ന് വിൽക്കാം എന്നാണ് വ്യംഗ്യാർത്ഥത്തിൽ സൂചിപ്പിക്കുന്നത്. പക്ഷെ നമുക്കറിയാം ഇന്ത്യൻ കർഷകർ 2 പ്രശ്നങ്ങൾ കൊണ്ട് അഭിമുഖീകരിക്കുന്നുണ്ട്. ഒന്നുകിൽ കൊടും വരൾച്ച. ഇങ്ങനെ വിളവിറക്കി വരുന്ന സമയത്ത് ഒരു കൊടും വരൾച്ചയുണ്ടാകുന്നു, കർഷകർക്ക് വലിയ നഷ്ടമുണ്ടാകുന്നു. ഇന്ത്യൻ കർഷകർ നേരിടുന്ന രണ്ടാമത്തെ പ്രശ്നം ഒന്നുകിൽ കൊടും വരൾച്ച അല്ലെങ്കിൽ വലിയ വർഷക്കാലം, വലിയ മഴ എന്നതാണ്. ഈ രണ്ടിൻ്റെയും ഇടയിൽപ്പെട്ടുകൊണ്ട് ഇന്ത്യൻ കർഷകർ കഴിഞ്ഞ കുറേ പതിറ്റാണ്ടുകളായി ഇങ്ങനെ ജീവിതം നേർത്ത് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു എന്നത് ഏറ്റവും വലിയ പ്രത്യേകതയാണ്. ഈ നിയമത്തിനകത്ത് നാം എതിർക്കേണ്ട അല്ലെങ്കിൽ കർഷകർ എതിർക്കുന്ന രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ എസെൻഷ്യൽ കമ്മോഡിറ്റീസ് ആക്ട് അമെൻമെന്റ് 2020 എന്ന് പറയുന്ന രണ്ടാമത്തെ ഭാഗമുണ്ട്. അവശ്യ വസ്തു നിയമ ഭേദഗതി എന്ന് പറയുന്ന രണ്ടാമത്തെ ഭാഗം, ഇത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഈ നിയമം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഇന്ത്യക്കകത്ത് അവശ്യ വസ്തുക്കൾ എന്ന് പറയുന്ന മനുഷ്യന്റെ ജീവിതം നിലനിർത്താൻ ആവശ്യമായ വസ്തുക്കൾ, അതിനെ അവശ്യ വസ്തുക്കളുടെ പട്ടികയിൽപ്പെടുത്തിയിട്ടുണ്ട്. മനുഷ്യന്റെ ജീവിതം നിലനിർത്താൻ ആവശ്യമായ, അത് അരിയാകട്ടെ, ഗോതമ്പാകട്ടെ, ചോളമാകട്ടെ, അവന്റെ ജീവിതത്തെ നിലനിർത്തുന്ന വസ്തുക്കൾ. ഈ വസ്തുക്കൾ ഏതൊക്കെയാണ് എന്ന് ഇന്ത്യയിൽ നിലവിലൊരു നിയമമുണ്ടായിരുന്നു. മാത്രമല്ല ഈ അവശ്യ വസ്തുക്കൾ സ്റ്റോക്ക് ചെയ്യാനുള്ള പരിധിയും ഇന്ത്യക്കകത്ത് നിയമമുണ്ടായിരുന്നു. അതുകൊണ്ട് കുത്തകകൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഈ വസ്തുക്കൾ സംഭരിക്കാനുള്ള നിയമപരമായ ആനുകൂല്യത്തിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ നിയമത്തിന്റെ ഏറ്റവും വലിയ അപകടം ഈ അവശ്യ വസ്തു നിയമ ഭേദഗതിയിലൂടെ അവശ്യ വസ്തുക്കൾ സ്റ്റോക്ക് ചെയ്യാൻ കഴിയുന്ന പരിധി എടുത്തുകളയുന്നു എന്നതാണ്. അവശ്യ വസ്തുക്കളുടെ ലിസ്റ്റിൽ എണ്ണം കുറയ്ക്കപ്പെടുകയും ചെയ്യുന്നു എന്നതാണ്. നാം സങ്കല്പിക്കുന്നതിനപ്പുറമാണ് കേന്ദ്ര സർക്കാരിന്റെ ഈ നയമെന്ന് തിരിച്ചറിയണം. ഇന്ത്യയിൽ ഇപ്പോൾ തന്നെ റിലയൻസ് പോലെയുള്ള വലിയ കുത്തകകൾ ലക്ഷക്കണക്കിന് സ്ക്വയർ ഫീറ്റ് വരുന്ന സംഭരണശാലകൾ, ശീതീകരിച്ച സംഭരണശാലകൾ പണി കഴിഞ്ഞ് പൂർത്തീകരിച്ചിട്ടിട്ടുണ്ട്. മാത്രമല്ല FCI ഗോഡൌണുകൾ, ഇന്ത്യയിലെ കണ്ണായ പ്രദേശങ്ങളിൽ നിലനിൽക്കുന്ന FCI ഗോഡൌണുകൾ നിശ്ചയമായും റിലയൻസ് അടക്കമുള്ള കുത്തക കമ്പനികൾക്ക് വേണ്ടി തീരെഴുതി കൊടുക്കുന്ന, പാട്ടത്തിന് കൊടുക്കാനുള്ള എല്ലാ നീക്കങ്ങളും അണിയറയിൽ ഉറപ്പുവരുത്തിയിട്ടുണ്ട്. ഇവിടെ സംഭവിക്കാൻ പോകുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യയിലെ കർഷകർ അനുഭവിക്കുന്ന ഒന്നുകിൽ കൊടും വരൾച്ച അല്ലെങ്കിൽ വലിയ വർഷക്കാലം. ഇതിനിടയിൽ ഈ കമ്പനികളുടെ ഏജൻസികളുടെ ഉദ്യോഗസ്ഥർ ഈ കർഷകരുടെ പാടശേഖരങ്ങളിൽ വരികയും വിത്ത് ഇറക്കി തളിർത്ത് വരുന്ന സമയത്ത് തന്നെ വേണമെങ്കിൽ ഞങ്ങൾ ഇത് എടുത്തോളാമെന്ന് കർഷകരോട് പറയുന്നു. ഈ ആശങ്കയുള്ളത് കൊണ്ട് കർഷകർ എന്ത് ചെയ്യുന്നു? അവർ പറയുന്ന അല്ലെങ്കിൽ ആദ്യഘട്ടത്തിൽ ഒരുപക്ഷെ കർഷകർ പറയുന്ന വിലയ്ക്ക് അത് ഏറ്റുവാങ്ങാനുള്ള സാധ്യതയുണ്ട് എന്ന് തിരിച്ചറിയാൻ കഴിയണം.
നമ്മുടെ കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന ഉള്ളിയാകട്ടെ, ഉരുളൻകിഴങ്ങാകട്ടെ, സബോളയാകട്ടെ, പഞ്ചസാരയാകട്ടെ, നിത്യനിദാന വസ്തുക്കളായ ഏതുമാകട്ടെ, അത് ഈ തരത്തിലുള്ള കോർപ്പറേറ്റുകൾ ഈ മേഖലയിലേക്ക് അനുവദിക്കപ്പെട്ടു കഴിഞ്ഞാൽ അവർ ലക്ഷക്കണക്കിന് സ്ക്വയർ ഫീറ്റുള്ള സംഭരണശാലകളിലേക്ക് ഇത് മാറ്റപ്പെടുകയും ഇവരുടെ കൈകളിൽ ഈ ഉൽപ്പന്നത്തിന്റെ ഉൽപാദനം ഏറ്റവും കൂടുതൽ ഇവരുടെ കൈകളിൽ മാത്രം കേന്ദ്രീകരിക്കുകയും ഇവർ നിശ്ചയിക്കുന്ന വിലയ്ക്ക് സാധനങ്ങൾ മനുഷ്യർ വാങ്ങേണ്ടി വരികയും ചെയ്യുന്ന സ്ഥിതി ഉണ്ടാകുന്നു എന്നതാണ്. ഈ നിയമത്തിൽ പറയുന്നത്, അവശ്യ വസ്തു നിയമ ഭേദഗതിയിൽ പറയുന്നത്, യുദ്ധം വരുന്ന കാലത്ത് മാത്രമാണ് സർക്കാർ ഇടപെടുകയുള്ളൂ എന്നതാണ് ഏറ്റവും വലിയ അപകടം എന്ന് പറയുന്നത്. ഇങ്ങനെ ഈ നിയമത്തിന്റെ കാതലായ പ്രശ്നങ്ങൾ ചർച്ച ചെയ്താൽ ആത്യന്തികമായി ഇത് ഇന്ത്യയിലെ കർഷകർക്ക് മാത്രമായ ഒരു പ്രശ്നമായല്ല, ഇന്ത്യയിലെ 130 കോടി വരുന്ന ഭക്ഷണം കഴിച്ച് ജീവിക്കുന്ന എല്ലാ മനുഷ്യർക്കും ഏറ്റവും ജീവിതത്തിന്റെ താളം തെറ്റുന്ന കൊടും ദാരിദ്ര്യത്തിലേക്കോ കൊടും പട്ടിണിയിലേക്കോ മനുഷ്യരെ നയിക്കാൻ സാധ്യമുള്ള ഒന്നായി ഈ നിയമം പരിവർത്തനം ചെയ്യാൻ സാധ്യതയുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. ഈ നിയമത്തിലെ മൂന്നാമത്തത് എന്ന് പറയുന്നത് ഇന്ത്യൻ ഫാർമേഴ്സ് പ്രൊട്ടക്ഷൻ ആക്ട് എന്ന് പറയുന്ന ഒരു മൂന്നാമത്തേതുണ്ട്. പേരിൽ കർഷകരെ സംരക്ഷിക്കാനുള്ള നിയമമാണ് എന്ന് പറയുന്നുണ്ടെങ്കിലും ആത്യന്തികമായി ഇത് കർഷകരെ സംരക്ഷിക്കാനുള്ളതല്ല. കർഷകർ എന്ന പേരുള്ള അല്ലെങ്കിൽ കർഷകരുടെ ആ സ്വത്വത്തെ ഇല്ലാതാക്കിക്കൊണ്ട് അവരെ കോർപ്പറേറ്റുകളുടെ വാടക കരാർ തൊഴിലാളികളാക്കി മാറ്റാൻ വേണ്ടിയുള്ള വലിയ ശ്രമം ഇതിനകത്ത് നടക്കുന്നുണ്ട് എന്നതാണ്. സംക്ഷിപ്തമായി ഈ 3 നിയമങ്ങളാണ്. ഈ നിയമങ്ങളെയാണ് 2020 ജൂൺ 5 ഓർഡിനൻസിലൂടെയും പിന്നീട് വലിയ മഹാമാരിയുടെ കാലത്ത്, കോവിഡിന്റെ കാലത്ത് ചെറിയ ദിവസങ്ങളിൽ മാത്രം ചേർന്ന ഇന്ത്യൻ പാർലമെന്റ് 1 മണിക്കൂർ പോലും ചർച്ചയ്ക്കെടുക്കാതെയാണ് ഇന്ത്യയിൽ ദൂരവ്യാപകമായ പ്രത്യാഘാതം ഉണ്ടാക്കാൻ കഴിയുന്ന ഈ നിയമം പാസാക്കിയെടുത്തത് എന്നും കൂടി ഓർക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണ്, എന്താണ് കേരളത്തിന് ഈ നിയമം ഉണ്ടാക്കുന്ന ഏറ്റവും വലിയ ഭവിഷ്യത്ത് എന്ന് പറയുന്നത്? നമുക്കറിയാം, മണ്ഡികൾ എന്ന് പറയുന്ന ഈ കർഷകരാൽ നയിക്കപ്പെടുന്ന മാർക്കറ്റിംഗ് സൊസൈറ്റികളിലൂടെയാണ് ഈ വസ്തുക്കൾ ശേഖരിക്കുകയും അത് വിൽപ്പന നടത്തുകയും ചെയ്തത്. അവിടെ താങ്ങുവിലയുണ്ടായിരുന്നു. അവിടെ നിന്നാണ് ഈ FCI ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ അടക്കമുള്ള കേന്ദ്ര സർക്കാരിന്റെ സ്ഥാപനങ്ങൾ ഈ ഉൽപ്പന്നങ്ങൾ വാങ്ങിയത് എന്ന് നാം തിരിച്ചറിയണം. എന്നാൽ ഈ സമരത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഈ മണ്ഡികൾ ഇല്ലാതാകുന്നതോടുകൂടി, കോർപ്പറേറ്റുകൾ വരുന്നതോടുകൂടി കേരളം പോലെയുള്ള ഏറ്റവും കൺസ്യൂമർ സ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ കൺസ്യൂമർ സ്റ്റേറ്റ് ആണ് കേരളം. കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന നിശ്ചയമായും നാണ്യവിളകളാണ്, വിദേശ നാണ്യം നേടിത്തരുന്ന നാണ്യവിളകളാണ് കേരളത്തിന്റെ ഉൽപ്പാദനം. നാം കഴിക്കുന്ന 3 നേരം കഴിക്കുന്ന അരി ഈ കേരളത്തിലല്ല ഉൽപ്പാദിപ്പിക്കുന്നത്. നാം കഴിക്കുന്ന ഭക്ഷ്യവസ്തുക്കൾ, കോഴിയിറച്ചി പോലെ, കോഴിമുട്ട പോലെ എന്തും ഈ കേരളത്തിലല്ല ഉൽപ്പാദിപ്പിക്കുന്നത്. മഹാഭൂരിപക്ഷവും കേരളത്തിന് പുറത്താണ്. ഈ നിയമത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഈ കർഷക സമരം മുന്നോട്ട് പോയ സമയത്ത് ഇത് കോർപ്പറേറ്റുകളുടെ കയ്യിൽ മാത്രം ഈ ഭക്ഷ്യവസ്തുക്കൾ കേന്ദ്രീകരിക്കപ്പെട്ടാൽ, ഭക്ഷ്യവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കാത്ത സംസ്ഥാനം എന്ന നിലയിൽ നാം വലിയ വില ഇതിന് കൊടുക്കേണ്ടി വരുമെന്ന് മലയാളികൾ തിരിച്ചറിയണം. അതുകൊണ്ട് ഇത് വടക്കേ ഇന്ത്യയിലെ ഹിന്ദി ബെൽറ്റിൽ എന്തോ സമരം എന്ന നിലയിലല്ല ദയവ് ചെയ്ത് മലയാളികൾ തിരിച്ചറിയേണ്ടത്. നമ്മുടെ വീട്ടിലെ അടുക്കളയിലെ പ്രശ്നമാണ് എന്ന് ഇത് താമസിയാതെ നാം തിരിച്ചറിയുന്നു എന്നതാണ്. മറ്റൊന്ന്, ഈ പ്രക്ഷോഭം തുടർന്നു പോയാൽ നോക്കൂ, ഇന്ത്യയിൽ കഴിഞ്ഞ 6 മാസക്കാലമായി കാർഷിക മേഖല ഉൽപാദനം വലിയ ഇടിവാണ് രേഖപ്പെടുത്തുന്നത്. പതുക്കെ ഭക്ഷ്യദാരിദ്ര്യത്തിലേക്ക് ഈ പോരാട്ടം മാറുന്നുണ്ട് എന്നും കൂടി നാം തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ പോരാട്ടത്തെ അങ്ങേയറ്റം ജനാധിപത്യപരമായി നമുക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയേണ്ടതുണ്ട്. മലയാളികൾ മനുഷ്യത്വമുള്ളവരാണെങ്കിൽ നിശ്ചയമായും ഈ പോരാട്ടത്തിന് നാം ഐക്യദാർഢ്യം പ്രഖ്യാപിക്കേണ്ടതുണ്ട്. ഈ പോരാട്ടം ആ കർഷകർക്ക് വേണ്ടി മാത്രമല്ല, ഈ നമുക്കും കൂടി വേണ്ടിയാണ്. എൻ്റെ വീട്ടിലെ 3-4 വയസ്സായ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ് എന്ന് തിരിച്ചറിയണം. ഒരു വലിയ ഒന്നും പറയാനില്ല, ഒരു ചെറിയ ശൈത്യകാലം നമുക്ക് വന്ന സമയത്ത് ഒരു 20-22 ഡിഗ്രിയിലേക്ക് ഈ കേരളം വന്ന സമയത്ത് നാം ഒരു ബനിയൻ, അതിനു മുകളിൽ ബനിയൻ, പിന്നെയും ബനിയൻ ഇട്ടിരിക്കുന്ന ഒരു സന്ദർഭമുണ്ട്. നോക്കൂ, -5 ഡിഗ്രിയിലാണ് ഡൽഹിയിൽ കർഷകർ ഈ കഴിഞ്ഞ 35 ദിവസങ്ങളിലധികമായി തമ്പടിച്ചിരിക്കുന്നത്. 46 മനുഷ്യർ ഈ സമരഭൂമിയിൽ ഇതിനകം കുഴഞ്ഞു വീണ് അതിശൈത്യം മൂലം, ഭക്ഷണം കിട്ടാത്തത് മൂലം മരണമടഞ്ഞു എന്നത് മനസാക്ഷിയുള്ള മലയാളിയെ ഉണർത്തേണ്ടതാണ്. അതുകൊണ്ട് ഇത് കേരളം പോലെയുള്ള കൺസ്യൂമർ സ്റ്റേറ്റുകൾക്ക് ഈ നിയമം വന്നാൽ വലിയ പ്രശ്നങ്ങൾ
മാറ്റങ്ങൾ ഉണ്ടാകും എന്ന് തിരിച്ചറിയാൻ കഴിയണം. ഈ പോരാട്ടം നാം ഉയർത്തുന്നത് ഒരു മിനിമം വില, കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന വസ്തുക്കൾക്ക് ഒരു മിനിമം വില അഥവാ താങ്ങുവില ഉണ്ടായിരിക്കണം. അത് നിയമം മൂലം സംരക്ഷിക്കണം. ഈ നിയമത്തിൽ പറയണം, അത് നിയമം മൂലം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. ഓരോ വർഷവും താങ്ങുവില ഞങ്ങൾ പുതുക്കി നിശ്ചയിക്കും. ആ താങ്ങുവില നിശ്ചയിക്കാനുള്ള ആത്യന്തികമായ അധികാരം സംസ്ഥാന സർക്കാരുകൾക്ക് കൊടുക്കണമെന്നാണ് ഈ പോരാട്ടത്തിൽ പറയുന്നത്. നോക്കൂ, കർഷകർ ഉയർത്തുന്ന മറ്റൊരു മുദ്രാവാക്യം എന്ന് പറയുന്നത് രാസവള നിർമ്മാണ കമ്പനികൾക്കാണ് ഇന്ത്യയിലെ കോടിക്കണക്കിന് രൂപയുടെ രാസവള സബ്സിഡി എത്തുന്നത്. കർഷകർ ഈ പോരാട്ടത്തിൽ പറയുന്നത്, നിങ്ങൾ ഞങ്ങളുടെ ബാങ്കിലേക്ക് ആ രാസവളത്തിന്റെ സബ്സിഡി നൽകൂ. ഇത് കേവലം രാസവള നിർമ്മാണ കമ്പനികൾക്കാണ്. ആത്യന്തികമായി ഇന്ത്യയിലെ ഗുണം ഉണ്ടാകുന്നത് കർഷകർക്കല്ല. അതുകൊണ്ട് ഞങ്ങളെ പരിഗണിക്കൂ, ഞങ്ങൾക്ക് ആനുകൂല്യം നൽകൂ എന്നതാണ്. 40,000 രൂപ വാർഷിക വരുമാനം ഉണ്ടാക്കും എന്നാണ് മരിച്ചുപോയ അരുൺ ജെയ്റ്റ്ലിയുടെ ഒരു റിപ്പോർട്ടിനകത്ത് പറഞ്ഞത്. ഇന്ത്യയിലെ ഇപ്പോഴത്തെ സ്ഥിതി കർഷകരുടെ 10,000 രൂപ പോലും വാർഷിക വരുമാനം ലഭിക്കാത്ത കർഷകരായി ഇന്ത്യയിലെ കർഷകർ വരുന്നു. അതുകൊണ്ട് തങ്ങൾക്കൊരു വാർഷിക വരുമാനം നിശ്ചിതമായ ഈ രാജ്യത്തിന് ലോകത്തിന് ഊട്ടുന്ന ഞങ്ങൾക്ക് ജീവിക്കാനുള്ള, നട്ടലുയർത്തി ജീവിക്കാനുള്ള, കണ്ണടയ്ക്കും വരെ ജീവിക്കാനുള്ള, മനുഷ്യനെന്ന ആത്യന്തികമായ അവകാശം പുലർത്തിക്കൊണ്ട് മരിക്കും വരെ ജീവിക്കാൻ വേണ്ടി ഞങ്ങൾക്കൊരു വാർഷിക വരുമാനം, നിശ്ചിതമായ വാർഷിക വരുമാനം ഉറപ്പുവരുത്തണമെന്നാണ് കർഷകർ ആവശ്യപ്പെടുന്നത്. ഈ ആവശ്യങ്ങൾക്ക് മുമ്പിൽ മനുഷ്യത്വമുള്ള എല്ലാ മനുഷ്യരും ഒരുമിച്ച് നിൽക്കണമെന്നാണ് ഹൃദയപൂർവ്വമായി സൂചിപ്പിക്കാനുള്ളത്, അഭ്യർത്ഥിക്കാനുള്ളത്. ഈ പോരാട്ടം അവർക്ക് വേണ്ടിയല്ല, ഈ പോരാട്ടം മനുഷ്യനായി ജീവിക്കാനുള്ള നമ്മുടെയും കൂടി അവകാശത്തിന് വേണ്ടിയാണ് എന്ന് തിരിച്ചറിയാൻ കഴിയണം. ഈ പോരാട്ടം ഇന്ത്യയുടെ ചരിത്രത്തിനകത്ത് തങ്കലിപികളാൽ എഴുതി ചേർക്കപ്പെടും. നീലം കർഷകർ ചമ്പാരൻ പോരാട്ടം നടത്തിയതുപോലെ ഇന്ത്യയുടെ തങ്കലിപികളിൽ ഇന്ത്യയുടെ രാഷ്ട്രീയ വിദ്യാർത്ഥികൾ പഠിക്കാൻ പോകുന്ന ഒരു വലിയ പോരാട്ടമായി ഈ കർഷക പോരാട്ടം മാറും. നിശ്ചയമായും അതിൻ്റെ ഇച്ഛാശക്തി ആ മനുഷ്യരുടെ കുഴിയിലേക്ക് നീണ്ടുപോയ ആ കണ്ണുകളിൽ ഇനിയും വറ്റാത്ത ഒരു പ്രത്യാശയുടെ വെളിച്ചത്തിന്റെ ഭാഗമുണ്ട്. ആ വെളിച്ചമാണ് നാളത്തെ ഇന്ത്യയെ നയിക്കുക. നിശ്ചയമായും. നന്ദി, നമസ്കാരം. പ്രിയരെ, കടുകുമണിയുടെ വീഡിയോകൾ ഇഷ്ടമായാൽ കൂടെ ഉണ്ടാവുന്നു.